ഈ കൊടുത്തിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നെയിം പേഴ്സൺ ആണ് അല്ലെ. ഇനി ഇതിലൊരു നെയിം പാരാമീറ്റർ ഉണ്ട്. ഈ നെയിം പാരാമീറ്റർ ദിസ് കീവേഡ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ടറിന്റെ ഒബ്ജക്ട് പ്രോപ്പർട്ടി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ പാരാമീറ്റർ നെയിമിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇനി ഫംഗ്ഷന് പുറത്ത് ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കൺസ്ട്രക്ടറിന് അതിന്റെ നെയിം ആയിട്ട് അനു എന്ന് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്? ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷനിൽ ഇതുപോലെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഡാറ്റ ടൈപ്പിന്റെ ബേസിലാണ്. അതായത് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യും. അല്ല നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് നോൺ ഒബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഒരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആണല്ലേ. ഇതുപോലെ നമ്പറോ സ്ട്രിങ്ങോ ഒക്കെ വരുമ്പം, അതായത് അത് നോൺ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. എന്നിട്ട് ഈ ന്യൂ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഇല്ലേ, അതായത് ഈ പേഴ്സൺ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ ഒബ്ജക്റ്റ് ഇല്ലേ, അതിനെയായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സോ ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? അപ്പൊ ഈ പേഴ്സൺ ഒബ്ജക്റ്റ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. നെയിം അനു എന്ന് പറഞ്ഞിട്ടുള്ള കീ വാല്യൂ പെയർസ് അതിലുണ്ട്. ഇനി ഞാൻ ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിന് പകരം ഒരു ഒബ്ജക്റ്റും കൂടെ റിട്ടേൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനൊരു ഒബ്ജക്റ്റ് മാനുവലി ക്രിയേറ്റ് ചെയ്യുവാണ്. ഏജ് എന്ന് പറഞ്ഞ് 20 അതിന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആയിട്ടുണ്ട്. ഈ ന്യൂ കീവേഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിന് പകരം നമ്മൾ റിട്ടേൺ ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവും. അല്ലെങ്കിൽ അതായത് നോൺ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് വരുന്നതെങ്കിൽ, നമ്പേഴ്സോ സ്ട്രിങ്ങോ ഇതുപോലെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പാണ് വരുന്നതെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തിട്ട് ന്യൂ കീവേഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. ഇതുപോലുള്ള കൂടുതൽ ഇന്റർവ്യൂ ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.